Dear students, +1 second terminal examination question paper question number 19. നമുക്കതിൽ ആനുവൽ എമൗണ്ട് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അക്കൗണ്ടിങ് ഇയർ ഏപ്രിൽ ടു മാർച്ച് ആണ്. ദെൻ മെത്തേഡ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. സോ ഫസ്റ്റ് പാർട്ട് അതിൽ കാൽക്കുലേറ്റ് ദ ആനുവൽ എമൗണ്ട് ഡിപ്രിസിയേഷൻ. ദെൻ സെക്കൻഡ് വൺ കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. ഡിസ്പോസൽ മീൻസ് സെയിൽ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏപ്രിൽ മാർച്ചാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫസ്റ്റ് ഏപ്രിൽ 2020 സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ ഇയർ എൻഡിങ് 31 മാർച്ച് 2021 ആയിരിക്കും. കാരണം നമ്മൾ ഏപ്രിലിന് കൗണ്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഡിസംബർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇയർ ചേഞ്ച് ചെയ്യും. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡേറ്റ് വന്നിട്ടുണ്ട്. മെഷീൻ പർച്ചേസ് പ്രൈസ് 170, ഇൻസ്റ്റാളേഷൻ 30. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് കോസ്റ്റ് 2 lakh rupees. Then depreciation is charged on a straight line method. The salvage scrap value 20,000, year life 9 years. So the first part, annual depreciation equal to cost minus scrap divided by life. Cost equal to 170 plus 30, 2 lakh. Then 2 lakh minus 20 divided by 9 equal to 20,000. അപ്പോൾ നമുക്ക് 20,000 രൂപ എന്ത് കിട്ടും? ആനുവൽ എമൗണ്ട് ഡിപ്രിസിയേഷൻ കിട്ടും ഓരോ വർഷവും. ഈ പാർട്ട് നമ്മൾക്ക് ഈ ട്രാൻസാക്ഷൻ്റെ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് തന്നെ മെഷീനറി കോസ്റ്റ് നോട്ട് ചെയ്യുക. ഫസ്റ്റ് 2020 കോസ്റ്റ് 2 lakh. ദെൻ അതിൻ്റെ ഫസ്റ്റ് ഡിപ്രിസിയേഷൻ 20,000 rupees വരും. ദെൻ അപ്പോൾ തന്നെ ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് 31 മാർച്ച് 2020 അല്ലെങ്കിൽ ഏപ്രിൽ 2021 വരുന്ന കോസ്റ്റ് അതിൻ്റെ 1,80,000 ആണ്. ദെൻ സെക്കൻഡ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്, സെയിം എമൗണ്ട് ആയിരിക്കും. സോ 20,000 ദ ബാലൻസ് എമൗണ്ട് ആസ് ഓൺ 31 മാർച്ച് 2022 ഇറ്റ് ഇസ് ഈക്വൽ ടു 1,60,000. 2022 മാർച്ച് അതിൻ്റെ വില 1,60 ഉണ്ട്. നമ്മൾ വിറ്റിരിക്കുന്ന വില 1,80 ആണ്. അതായത് 1,60,000 വിലയുള്ള സംഭവം നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 1,80 നമ്മൾ സെയിൽ നടത്തി. നമുക്ക് മനസ്സിലായി പ്രോഫിറ്റ് ഉണ്ട്, 20,000 rupees പ്രോഫിറ്റ് ഉണ്ട്. അത് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ ഏത് ക്വസ്റ്റൻ ആയാലും പ്രോഫിറ്റ് ലോസ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കോസ്റ്റ് എടുക്കുക. അതിൽ നിന്ന് നമ്മൾ എത്ര വർഷം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം മൈനസ് ചെയ്യുക. ലാസ്റ്റ് നമുക്കൊരു ഫിഗർ കിട്ടും. അത് നമ്മുടെ സെയിൽ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾക്ക് 160 ഉള്ളതിൻ്റെ ഒറിജിനൽ പ്രൈസ്, പക്ഷേ നമ്മൾക്ക് 1,80 കിട്ടി. ദാറ്റ് മീൻസ് ഇത് പ്രോഫിറ്റാണ്. ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വരാം. ചിലപ്പോൾ അതിൻ്റെ കോസ്റ്റ് 180 കിട്ടിയ സെയിൽ പ്രൈസ് 160 ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയാലും ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു P&L അക്കൗണ്ട്.